അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച ആ വീട്ടിന്മേൽ അലച്ചു. അത് വീണു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യങ്ങളാണ് നാം കേട്ടത്. മത്തായി എഴുതിയ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ ഗിരിപ്രഭാഷണം എന്ന പേരിലാണല്ലോ അറിയപ്പെടുന്നത്. ഈ ഗിരിപ്രഭാഷണം യേശു അവസാനിപ്പിക്കുന്നത് ഒരു വാണിങ്ങോടുകൂടെയാണ്. തൻ്റെ മുഴുവൻ ശ്രോതാക്കളോടും യേശു ഒരു മുന്നറിയിപ്പ് മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിലൂടെ കൊടുക്കുകയാണ്. ഈ വാക്യങ്ങളിൽ 2 മനുഷ്യരെയും 2 വീടുകളെയും കുറിച്ച് യേശു പഠിപ്പിക്കുന്നു. 2 അടിസ്ഥാനങ്ങളെക്കുറിച്ച് യേശു പഠിപ്പിക്കുന്നുണ്ട്. 2 മനുഷ്യരിൽ ഒരാൾ ബുദ്ധിയുള്ളവനാണ്, ഒരാൾ ബുദ്ധിയില്ലാത്തവനാണ്. 2 വ്യക്തികൾ പണി കഴിപ്പിച്ച 2 വീടുകളും നിൽക്കുന്നത് ഒരേ പ്രദേശത്ത് അടുത്തടുത്താണ്. 2 വീടിൻ്റെയും വലിപ്പം ഒരുപോലെയാണ്, ഡിസൈൻ ഒരുപോലെയാണ്. 2 വീടുകളും പണിയുവാൻ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കൾ അഥവാ മെറ്റീരിയൽസ് ഒരുപോലെയുള്ളതാണ്. എന്തിനേറെ മുറികളുടെ എണ്ണവും വലിപ്പവും പെയിൻറ്റിൻ്റെ കളറ് പോലും ഒരുപോലെയാണ്. തിരിച്ചറിയുവാൻ പറ്റാത്ത വിധം സാമ്യമുള്ള 2 വീടുകൾ. യേശു തൻ്റെ പ്രസംഗം കേട്ട ജനത്തോടും എന്നോടും എൻ്റെ വാക്കുകൾ കേൾക്കുന്ന ഓരോ വ്യക്തിയോടുമാണ് സംസാരിക്കുന്നത്. അതെ, സുവിശേഷം പ്രസംഗിക്കുന്ന ഞാനാണെങ്കിലും സുവിശേഷം കേൾക്കുന്നവരാണെങ്കിലും അവർ 2 കാര്യങ്ങളിൽ ഒരു കാര്യം ചെയ്തിരിക്കും. ഒന്നുകിൽ യേശുവിൻ്റെ വചനം കേട്ടനുസരിച്ച് നിത്യജീവൻ പ്രാപിക്കും, അല്ലെങ്കിൽ വചനം കേട്ടത് അനുസരിക്കാതെ നിത്യശിക്ഷാവിധി പ്രാപിക്കും. ഗ്രേറ്റ് കമ്മീഷൻ എന്നറിയപ്പെടുന്ന മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 18, 19, 20 വാക്യങ്ങളിൽ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് അവസാനമായി കൊടുക്കുന്ന കൽപ്പനയിൽ ഊന്നി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിപ്രകാരമാണ്: ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. യേശു ശിഷ്യന്മാരെ അനേക കാര്യങ്ങൾ പഠിപ്പിച്ചു. ചില കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുവാൻ വേണ്ടി മാത്രം പഠിപ്പിച്ചവയാണെങ്കിൽ അനേകം കാര്യങ്ങൾ അനുസരിക്കുവാൻ വേണ്ടി പഠിപ്പിച്ചവയാണ്. ദൈവവചനം പഠിക്കുന്നത് നല്ലതാണെങ്കിലും ദൈവവചനത്തിൻ്റെ അനുസരണമാണ് ദൈവശക്തി നമ്മിൽ നിറയുവാൻ മുഖാന്തരമായി തീരുന്നത്. കേട്ട് ചെയ്യുന്നവൻ എന്നാൽ യേശുവിൻ്റെ അനുസരിക്കണമെന്ന ഉപദേശം വിട്ടുകളയാതെ അനുസരിക്കുന്നവൻ എന്നാണ് അർത്ഥം. അങ്ങനെയുള്ള വചനം അനുസരിക്കുന്നവരെ വീരന്മാർ എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. മോശയോട് ദൈവം സമാഗമന കൂടാരമുണ്ടാക്കുവാൻ പറഞ്ഞു. മരുഭൂയാത്രയിൽ ജനത്തിന് യഹോവയെ ആരാധിക്കുവാനായി ഉപയോഗിച്ചിരുന്ന ദൈവാലയമാണ് സമാഗമന കൂടാരം. ഇത് നിർമ്മിക്കുവാൻ അത്ര എളുപ്പമായിരുന്നില്ല. കർശന നിർദ്ദേശങ്ങളായിരുന്നു ദൈവം മോശയ്ക്ക് സമാഗമന കൂടാരം പണിയുവാനായി കൊടുത്തിരുന്നത്. കർശന നിർദ്ദേശങ്ങളായിരുന്നെങ്കിലും സമാഗമന കൂടാരവും അതിനോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ മോശ ചെയ്തു എന്ന് പല വാക്യങ്ങളിലായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം പറഞ്ഞ വ്യവസ്ഥ പോലെ മോശ സമാഗമന കൂടാരം പണിതപ്പോൾ യഹോവയുടെ മേഘം ആലയത്തിൽ നിറഞ്ഞു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 16 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ 9 പ്രാവശ്യത്തോളം യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ മോശ ചെയ്തു അഥവാ അനുസരിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. മോശ ദൈവം പറഞ്ഞതുപോലെ തന്നെ തൻ്റെ പ്രവൃത്തി തികച്ചപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി എന്ന് പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 34-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ബൈബിളിൽ അനുസരിക്കുവാനായി ദൈവം പറയുന്ന കാര്യങ്ങൾ നാം അനുസരിച്ചാൽ പ്രവർത്തിക്കുന്നവനായൊരു ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയും. യേശു ശിഷ്യന്മാരോട് കൽപ്പിച്ചത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്നാണ്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുവാൻ ഉള്ളതാണ്. അതായത് ഒരു സുവിശേഷ പ്രസംഗകൻ പ്രസംഗിക്കേണ്ടത്
കേൾക്കുന്ന വ്യക്തികൾ അനുസരിക്കുവാനുള്ള കാര്യങ്ങളാണെന്ന് സ്പഷ്ടം. 2 തിമോത്തിയോസ് 4:3 ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരിയുകയും ചെയ്യുന്ന കാലം വരും. ഈ വാക്യം ഇംഗ്ലീഷ് ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷനിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: For a time is coming when people will no longer listen to sound and wholesome teaching. They will follow their own desires and will look for teachers who will tell them whatever their itching ear want to hear. എന്നാണ്. അനുസരിക്കണമെന്ന ദൈവത്തിൻ്റെ കലർപ്പില്ലാത്ത ഉപദേശം കേൾക്കുവാൻ താല്പര്യമില്ലാതെ തങ്ങൾക്ക് ആഗ്രഹമുള്ള വാക്കുകൾ കേൾക്കുന്ന ഉപദേശകരെ അന്വേഷിച്ച് സ്വന്തം ഹൃദയത്തിൻ്റെ ആഗ്രഹപ്രകാരം മനുഷ്യർ നടക്കുന്ന കാലം വരും എന്നാണ് പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത്. തന്നെ മേലെ സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ അങ്ങനെയുള്ളവർ തിരിയുമെന്ന് പൗലോസ് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. കള്ളപ്രവാചകന്മാരും മാട്ടിൻ തോലിട്ട കുഞ്ഞാടു വേഷധാരികളുമായ ആളുകളാണ് പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ പ്രസംഗിച്ചുകൊണ്ട് ജനത്തെ വഞ്ചിക്കുന്നത്. അവരെ തിരിച്ചറിയുവാനുള്ള മാർഗമായി യേശു പഠിപ്പിച്ചത് ഇപ്രകാരമാണ്: ഫലം കൊണ്ട് വൃക്ഷം തിരിച്ചറിയാം. നല്ല വൃക്ഷം ആകാത്ത ഫലവും ആകാത്ത വൃക്ഷം നല്ല ഫലവും കായ്ക്കാത്തതുപോലെ ദൈവത്തെ അനുസരിക്കുന്ന വ്യക്തികൾക്ക് ദൈവവചനത്തിന് എതിരെ പ്രസംഗിക്കുവാനോ പഠിപ്പിക്കുവാനോ കഴിയുകയില്ല. ദൈവത്തെ അനുസരിക്കാത്തവർക്ക് ദൈവവചനം അനുസരിക്കണമെന്ന് പ്രസംഗിക്കുവാനും കഴിയുകയില്ല. ദൈവത്തിൻ്റെ ഉപദേശങ്ങൾ കേൾക്കുവാനും അതനുസരിക്കുവാനും തയ്യാറാകാതെ ജീവിക്കുന്ന വ്യക്തികൾ പണിയുന്ന ആത്മീക ജീവിതമാകുന്ന വീട് ബുദ്ധിയില്ലാത്ത മനുഷ്യർ പണിയുന്ന വീടിന് തുല്യമാണ്. അവർക്ക് അല്പം പോലും ബുദ്ധിമുട്ടാതെ വചനം അനുസരിക്കാതെ തനിഷ്ടപ്രകാരം സകലവിധ പാപവും ചെയ്ത് ഈ ലോകത്തിൻ്റെ പിന്നാലെ പാഞ്ഞ് വീതിയുള്ള വാതിലിലൂടെ വിശാലമായ പാതയിൽ കൂടി മുന്നേറാം. എന്നാൽ ദൈവത്തിൻ്റെ തെറ്റുപറ്റാത്ത ഉപദേശം കേട്ടനുസരിക്കുന്ന വ്യക്തി പണിയുന്ന ആത്മീക ജീവിതമെന്ന വീട് ബുദ്ധിയുള്ള മനുഷ്യൻ പണിത വീടിന് തുല്യമാണ്. പാപം ചെയ്യാതെ തന്നെത്താൻ സൂക്ഷിച്ച് ഈ ലോകത്തിൻ്റെ പിന്നാലെ പോകാതെ ഇടുക്കമുള്ള വാതിലിലൂടെ ഞെരുക്കമുള്ള വഴിയിലൂടെ വളരെ സൂക്ഷ്മതയോടെ മാത്രം മുന്നോട്ട് പോകുന്ന വ്യക്തിയാണത്. 2 പേരുടെയും വീട് കണ്ടാൽ ഒരുപോലെ തോന്നും. അവരുടെ വീടുകൾ ടെസ്റ്റിന് വിധേയമാക്കപ്പെടുമെന്നതിന് സംശയമില്ല. പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇടർച്ചകളും നിന്ദകളും പ്രതികൂല കാറ്റുകളും അവരുടെ വീടുകൾക്ക് നേരെ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞു വീശുമ്പോൾ ദൈവവചനം അനുസരിക്കാത്ത വ്യക്തികൾ ബുദ്ധിയില്ലാത്ത മനുഷ്യൻ പണിത വീട് പോലെ തകർന്ന് തരിപ്പണമാകുന്നു. എന്നാൽ അതേ പ്രതികൂല കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഉപദേശം കേട്ട് സൂക്ഷ്മതയോടെ ജീവിക്കുന്ന വ്യക്തി തകർന്നു പോകാതെ പിടിച്ചു നിൽക്കുന്നു. കാരണം ആ വ്യക്തി പണിത വീട് ബുദ്ധിയുള്ളവൻ പണിത വീട് പോലെയാണ്. എല്ലാ കാര്യത്തിലും 2 പേരുടെയും വീടിന് സാമ്യമുണ്ട്. എന്നാൽ പുറത്ത് കാണുവാൻ കഴിയാത്ത ഒരു കാര്യം ബുദ്ധിയുള്ളവൻ്റെ ആത്മീക ജീവിതത്തിൽ അഥവാ അവൻ പണിത വീടിനുണ്ടായിരുന്നു. ആഴെ കുഴിച്ച് പാറമേലിട്ട ഒരു അടിസ്ഥാനം അവൻ്റെ ആത്മീക ജീവിതത്തിന് ഉണ്ടായിരുന്നതിനാൽ അവൻ്റെ വീട് കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച പ്രതികൂലത്തിൽ പിടിച്ചു നിന്നു. എന്നാൽ വചനം അനുസരിക്കാതിരുന്ന വ്യക്തിയുടെ വീടിന് അടിസ്ഥാനം മണലിലായിരുന്നു. അതുകൊണ്ട് തന്നെ കൊടുങ്കാറ്റിന് മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ ആ വ്യക്തിയുടെ വീടിന് കഴിഞ്ഞില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകളെ, നമ്മുടെ ആഗ്രഹത്തിനൊത്ത പ്രസംഗം കേൾക്കുവാൻ നമുക്ക് ആഗ്രഹമുണ്ടോ? ഓർക്കുക, അത് നമ്മെ നിരാശപ്പെടുത്തുകയുള്ളൂ. എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ കൽപ്പനകൾ ആകുന്ന പാപം ചെയ്യരുതെന്ന ഉപദേശം കേൾക്കുവാൻ ആഗ്രഹമുണ്ടോ? നിശ്ചയമായും അത് മാത്രമേ നമ്മെ ലക്ഷ്യത്തിലെത്തിക്കൂ. യേശുവിൻ്റെ ഉപദേശം ആദ്യം പ്രയാസമായി നമുക്ക് തോന്നും. കാരണം നമുക്ക് ആവശ്യമില്ലാത്ത സകല സ്വാതന്ത്ര്യവും അത് നഷ്ടപ്പെടുത്തും. എന്നാൽ ദൈവത്തിൻ്റെ ഉപദേശമാകുന്ന ചങ്ങലയാൽ നാം ബന്ധിക്കപ്പെട്ടാൽ യേശുവിൻ്റെ സംരക്ഷണവും ആശ്വാസവും പ്രത്യാശയും ധൈര്യവും നമ്മെ പരിപാലിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അവസാന പരീക്ഷയായ മരണം നമ്മെ പിടിക്കുമ്പോൾ മരണഭാഷങ്ങളെ അഴിച്ച് യേശു നമ്മെ മാനസാന്തരപ്പെട്ട കള്ളനെ കൊണ്ടുപോയതുപോലെ പറുദീസയിൽ എത്തിക്കുകയും ചെയ്യും. ആകയാൽ ബൈബിൾ വായിച്ച് അതിൽ അനുസരിക്കുവാനുള്ള സകലതും കൃത്യമായി അനുസരിച്ച് നമുക്ക് നിത്യജീവൻ അവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളൊന്നും വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ,
നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ ആയിരിക്കുന്നെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം കൊടുക്കണമേ, പ്രത്യാശയാൽ നിറയ്ക്കണമേ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.